നാഗ ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെടുക, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇനി പോരാ മക്കളെ, ഇനി വരൂ, നിങ്ങൾ ഒരു വട്ടം ഇനി വരൂ. കാരണം അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതായതുകൊണ്ട് ആദ്യത്തെ അവരുടെ ആവേശമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നാഗസൈരന്ധ്രിയാണ്. നമസ്കാരം. എൻ്റെ ആദ്യത്തെ നമസ്കാരം തന്നെ പാളിപ്പോയി. പാളിയെ നല്ലതായിരിക്കും അല്ലേ? സൂപ്പറായിരിക്കും. അതാ ഒറിജിനല്. അതാണല്ലോ ഒറിജിനല്. അതെ അതെ, വീണാണ് നമ്മൾ പഠിക്കുന്നത്. റിയാലിറ്റി അതാണ്. രണ്ടാമതെടുക്കുന്ന അഭിനയം. അതെ, അഭിനയത്തെക്കുറിച്ച് ഇപ്പം എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ക്യാമറ വെച്ചപ്പോൾ ഈ ക്യാമറയിലിരിക്കുന്നവരോടും ക്യാമറയെ അടക്കം തൊഴുകയും കാര്യങ്ങളും ചെയ്യുകയും ചെയ്ത്. അപ്പോൾ അതിന് പിന്നിൽ എന്തായിരുന്നെന്ന് പറഞ്ഞാൽ, അഭിനയിക്കാൻ പോകുന്ന സമയത്ത് സ്റ്റേജില് നമ്മൾ തട്ടിലേക്ക് കയറുന്നതിന് മുൻപ് കർട്ടനിൽ ആദ്യം ഭൂമിയെ തൊഴും. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർ ഭൂമിയെ തൊടും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോ ഓരോരുത്തരും ഓരോ ചെയ്യുന്ന ക്യാമറയില് ഒരു ടീം വർക്ക് ആണെന്ന് കാണിക്കാൻ. പിന്നെ എല്ലാവരുടെയും കൈ പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അതായത് ഒരു ആത്മവിശ്വാസം പങ്കിടൽ, നാം എല്ലാം ഒന്നാണ് എന്നുള്ള ആ ബോധം എല്ലാവരിലേക്ക് എത്തുന്നു. അത് നല്ല മികവോട് ഉണ്ടാകണമെന്ന ഒരു ആത്മവിശ്വാസം അതാണ് എല്ലാവരിലേക്കും. ഓക്കെ. ഈ അഭിനയം എന്ന് പറഞ്ഞത് നാടകത്തിലായിരുന്നു അഭിനയിക്കാൻ പോയിരുന്നത്? ബാലയില്, പിന്നെ നൃത്തത്തില്, പിന്നെ പാട്ട്. എനിക്ക് തന്നെ അറിയില്ല കുട്ടി, ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ അന്വേഷിച്ചിരുന്നു ഇങ്ങനെ. നമ്മൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു, ഞാനൊരു 2018-19 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ഫേസ്ബുക്കിൽ അത്രയും ആക്റ്റീവായിരുന്നു. അതായത് ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഒരു ക്യാമറ ഏകദേശം ഈ ഒരു റേഞ്ച് വെച്ചിട്ട് നീങ്ങി നിന്ന് ഫുള്ളിലാണ് നിന്ന് സംസാരിക്കുന്നത്. ഒരു കറുത്ത ഉടുപ്പ്, ഒരു മിഡിയൻ ടോപ്പ് പോലത്തെ ഒരു ഉടുപ്പ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അതാ കാണുന്നത്. അതിൽ പ്രശ്നം എന്ന് പറയുന്നത്, അതിനകത്ത് പറയുന്നതാണ്, ഇങ്ങനെ നടന്നുകൊണ്ട് പറയുന്നൊരു ഡയലോഗ് ഇതാണ്: എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് വഴി കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഈ വീട് പണി നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് ഒരാളുടെ ദയനീയതയാണ് പറയുന്നത്. നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ പല വീടുകളും പല സ്ഥലങ്ങളും, ഇപ്പോൾ ഞാനടക്കം ഉള്ളവർ താമസിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് വഴിയില്ല. വീടുണ്ടെങ്കിലും ഏറ്റവും അങ്ങേയറ്റത്തായിരിക്കും. നമുക്ക് എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വഴി വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു സൈക്കിളെങ്കിലും കയറ്റാം. അതാണ് ഒരു മെയിനായിട്ട് നമ്മൾ പറയുന്നത്. സൈക്കിള്, ബാക്കി ഇല്ലെങ്കിൽ 2 വീലർ, അങ്ങനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് പിന്നീട് ഇങ്ങോട്ടൊരു വളർച്ച എന്ന് പറയുന്നത് ടോട്ടലി മാറി. ഇപ്പോൾ ഈ പറയുന്ന വഴക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്ത്രീകൾ, അതായത് ഒരുപാട് വേദന, ഒറ്റപ്പെടൽ, എവിടെയെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതിന് നമുക്ക് 2 രീതിയിൽ പറയാം. ശാസിച്ച് പറയാം, എടേ മറക്ക്. മറ്റൊരു രീതിയിൽ നമുക്ക് സ്നേഹത്തോടെ പറയാം. ഇപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിലാണ് സംസാരിക്കുക. ഞാൻ പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ വീഡിയോ, ഞാൻ കണ്ട വീഡിയോ ആണ് കേട്ടോ. അവിടെ തൊട്ട് ഇവിടം വരെയുള്ളൊരു ചേഞ്ച് ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ചേഞ്ച്? എൻ്റെ പൊന്നു കുഞ്ഞ്, മോള് 10 ദിവസം നിന്ന മോള് വിചാരിക്കും ഒരു ചേഞ്ചും എനിക്ക് വന്നിട്ടില്ലെന്ന്. നല്ല ദേഷ്യപ്പെടും, കണ്ണാ, ഒച്ച ഒരുപാട് എടുക്കും. അത് എടുത്തിട്ട് പിന്നെ എനിക്ക് തന്നെ തോന്നി, ഞാൻ എന്തിനും ഒച്ച എടുത്തെന്ന്. അന്നത്തെ അതേ രീതി എന്തിനും എനിക്ക് ഇപ്പോഴും ഉണ്ട്. ദേഷ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒച്ച എടുക്കും. പിന്നെ സ്വയം എന്തിനു ദേഷ്യപ്പെട്ടത് ഞാൻ എന്നുള്ള ബോധം വരും. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിലുണ്ടാവുമ്പോഴവിടെ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ഒച്ച എടുക്കും. പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ ഒച്ച എടുക്കേണ്ടി വരുന്നില്ല എനിക്ക്. അറിയാവോ കുട്ടി? അപ്പോൾ ഞാനും മോളും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ, മോൾ എന്ത് ചെയ്യുന്നതായാലും നമ്മളിങ്ങനെ മോളെ തന്നെ നോക്കിയിരിക്കുവാണെങ്കിൽ മോള് ചെയ്യുന്നതൊക്കെ എനിക്കും കുറ്റം തോന്നും. അതെന്താണ് കാരണം? എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. അതേസമയം ഞാൻ ജോലി ചെയ്യുവാണെങ്കിലോ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. യെസ്. അപ്പോൾ ഞാൻ മോളെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 2 വ്യക്തികൾ കൂടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണിയില്ലാതെ, ഒരു ജോലിയില്ലാതെ സംസാരിച്ചിരുന്ന അവിടെ വാക്ക് തർക്കങ്ങൾ, വിമർശനങ്ങൾ ഒക്കെയും വരും. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ മുഴുകുകയാണെങ്കിൽ, ഇതിൽ തന്നെ മുഴുകുകയാണെങ്കിൽ, അതായത് ചിത്രകലയിൽ തന്നെ മുഴുകുകയാണെങ്കിൽ അതങ്ങ് പോകും. ഭക്ഷണം പാകം ചെയ്യുന്നതിലേക്ക് മുഴുകുകയാണെങ്കിൽ അതങ്ങ് പോകും.
ഭക്ഷണം കഴിപ്പാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് അങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ മുഴുകിയിരിക്കുമ്പോൾ രണ്ടാമതൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ആ വ്യക്തി അവിടെ ഉണ്ടോയെന്ന് പോലും അറിയുന്നില്ല. നമ്മൾ നമ്മളിലേക്ക് മാത്രമായിട്ട് അതിന് സുഖമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞ 2019 വീട്ടിൽ വഴിയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് അന്ന് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് നാഗസൈരന്ധ്രി എന്നുള്ള പേര് മാറി. നാഗസൈരന്ധ്രി അന്നും ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ദേവിയായി, അമ്മയായി, ഇപ്പം ഇതുപോലെ ഇവിടുത്തെ മാറ്റങ്ങളായി. അതാണ് ചോദിച്ചു, ഈ 6-7 വർഷത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്, ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ദേവി എൻ്റെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ദേവിയായിട്ടൊക്കെ കളിക്കുമായിരുന്നു. അമ്പലമൊക്കെ വെച്ച് കളിക്കുക. ദേവി പ്രത്യക്ഷപ്പെടുക. ആ കുട്ടിക്കളി ഇങ്ങനെ വളർന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ദേവി ഇങ്ങനെ പുനർജനിച്ച് പുറത്ത് ചാടി ഇങ്ങി വരും. അത് നമ്മൾ തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കുക, ചേട്ടാ ഇത് അഭിനയമല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇപ്പം ഇത് ഈ പറഞ്ഞുണ്ടല്ലോ ദൈവിക ഭാവം ചെറുതിലുണ്ടായിരുന്നു. ഇപ്പം ഇതിങ്ങനെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ ഒരാൾ അവിടെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു കമൻറ്റാണ്, ഞാൻ ആ കമൻറ്റായിട്ട് തന്നെ ചോദിക്കാം. ദേവി എന്നൊരു പറയുന്ന ഒരാൾ പക്ഷെ വായെടുത്താൽ തെറിയാണ് വിളിക്കുന്നതെന്നാണ്. ദേവി അല്ലാത്തൊരു തെറി വിളിക്കത്തില്ലേ? അല്ല, അങ്ങനെ ഒരു കമൻ്റ് ഇരുന്നു. സമൂഹത്തിലൊരു മെനഞ്ഞെടുത്തൊരു ഒരു എന്താ പറയുക, ഒരു ചട്ടക്കൂട് എന്ന് പറയും. ഒരാളിങ്ങനെ ഇരിക്കണം, സ്ത്രീയായി ഇങ്ങനെ വേഷം ധരിക്കണം, പുരുഷനായി ഇങ്ങനെ വേഷം ധരിക്കണം, ആ പെണ്ണുങ്ങളായി ഇങ്ങനെ അടക്കം ഒതുക്കണം, ഭാര്യയായി ഇങ്ങനെ ആവണം, അമ്മയായാലും ഇങ്ങനെ ആവണം, ഇങ്ങനെ ഓരോരോ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. മോളെ, ഞാൻ ആ ഭാഷ പറഞ്ഞപ്പോൾ ആ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ തോന്നിയത് തെറിയാന്നും? അപ്പോൾ ആളത് പറയുന്നോണ്ട്, ഉച്ചരിക്കുന്നോണ്ടല്ലേ, അയാൾ ഉച്ചരിക്കുന്നുണ്ടത്. ആ ഉച്ചരിക്കുന്ന ഭാഷ എന്നിലൂടെ കേട്ടപ്പോൾ അയ്യോ അയ്യേന്ന് പറയുന്ന ഉള്ളിലുണ്ട്. ഇത് പുറത്ത് പറയാൻ പറ്റത്തില്ലാത്തതാണെന്നും. പക്ഷെ നിരന്തരം വന്ന് കേൾക്കുന്നു, കാണുന്നു, എല്ലാം ചെയ്യുന്നു. ആ ആളിലും ഉണ്ട്, ആ ആളിലും ആ ബോധമുണ്ട്. അല്ല, ഞാനിപ്പോൾ ചോദിച്ചു ഈ പറഞ്ഞ സ്ത്രീ സങ്കല്പങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീ സങ്കല്പങ്ങൾ അറിയാലോ, എപ്പോഴും വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലൊരു കുട്ടി ഇതുപോലെ ലൈവ് വീഡിയോ ചെയ്തപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ടും പറഞ്ഞു, എന്നെ ഒരാൾ ഉപേക്ഷിച്ചിട്ട് പോയി, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ പോട്ട് മോളെ, അത് നിൻ്റെ ലൈഫിൽ നിനക്ക് അനുഭവിക്കേണ്ടത്, അവൻ പോട്ടെ, നിനക്കത് ഇതല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് ഇങ്ങനെയും പറയാം, അയ്യോ പോയോ, കഷ്ടമായോ, മോനിപ്പോൾ എങ്ങനെ ഇരിക്കും, നമ്മൾ ആശ്വസിപ്പിക്കാം. മറ്റേത് വളരെ സ്റ്റേബിളായിട്ടാണ് ആ സെൻറ്റൻസ് പറയുന്നത്. പോയോ, സാരമില്ല, നിനക്കത് വിധിച്ചിട്ടില്ല. അതായത് ചില കാര്യങ്ങൾ നമ്മൾ കൊത്തി വെക്കുക എന്ന് പറയും, കല്ലിൽ എഴുതുക അല്ലെങ്കിൽ കൊത്തി വെക്കുക, അതുപോലെയാണ് സംസാരിച്ചത്. എങ്ങനെയാണ് അങ്ങനെ ഒരു നമ്മൾ ആളുകളോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് പറയേണ്ടതെന്ന് പറയുന്നത്? മോളെ, ഒരു മനുഷ്യൻ്റെ ഉള്ളിലും മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, തോന്നല. ആത്മാർത്ഥമായിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നു, ശുദ്ധ നുണയാ. അങ്ങനെ ആർക്കും ഈ ലോകത്ത് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അഥവാ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയാതെ പച്ചക്കള്ളമാണ്. കാരണം ഒരിക്കൽ പോലും അവരങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇവരുടെ എല്ലാ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. 10 ദിവസം ഇവരൊന്ന് വയ്യാണ്ട് കിടന്നാട്ട പോലും നേരം വണ്ണം ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പം തുടങ്ങും, നീ എൻ്റെ തലയിൽ വന്ന് ചാടി. അപ്പം ആത്മാർത്ഥത എവിടെ, സ്നേഹം എവിടെ, ഒന്നും കാണത്തില്ല കുട്ടി. ആർക്കും ഉള്ളിൽ മറ്റൊരാളെ എടുത്തു വയ്ക്കാൻ ഇഷ്ടമല്ല. എല്ലാവരും അവനവനെയാണ് സ്നേഹിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും എല്ലാം. പിന്നെ നമുക്ക് ആരെങ്കിലും വേണമെന്നുള്ള, ഇവിടെ എല്ലാം ഇങ്ങനെയാണ് എന്നുള്ള ഉൾബോധം വരുമ്പോഴാണ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ കല്യാണം എന്നുള്ളൊരു ഇതുണ്ട്. ഞാനിത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ ഈ ആത്മീയ ലോകത്ത് നിന്ന് സംസാരിക്കുകയും ഒരൊറ്റയായിട്ട് നിന്ന് സംസാരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നേരെ മറിച്ച് മോളാണെങ്കിൽ ഭൗതിക ലോകത്ത് നിന്ന് സംസാരിക്കുന്നു. ഭൗതിക ലോകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കൂട്ടിനാൾ വേണം. ആണിനാണ് വേണം, പെണ്ണിന് വേണം, ഇരുന്നോട്ടെ. കാരണം ഈ മനുഷ്യലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയെല്ലാം വേണം. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ തന്നെ ഒരാൾ രണ്ടാമതൊരു വ്യക്തിയെ എടുത്ത് ഹൃദയത്തിൽ വയ്ക്കാൻ ആരും ഇഷ്ടപ്പെടില്ല.
ഇല്ല കുട്ടി. പിന്നെ നമ്മൾ വന്ന ആ ജീവിച്ച ജീവിത ചുറ്റുപാടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വരൂ. ഇപ്പോൾ പറയാറില്ലേ, ഇവിടെ എല്ലാവരും എന്നോടൊന്ന് പറയാം, ഒറ്റപ്പെടുന്നു നാഗ, ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെടുക, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇനി പോരാ മക്കളെ, ഇനി വരൂ, നിങ്ങൾ ഒരു വട്ടം ഇനി വരൂ. കാരണം അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതായതുകൊണ്ട് ആദ്യത്തെ അവരുടെ ആവേശമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ ഒറ്റപ്പെടുന്നു എന്നുള്ളത് ആദ്യത്തെ അവരുടെ ആവേശമാണ്, വിഷമമാണ്. എന്നാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു കഴിയുമ്പോൾ പിന്നെ ആരും വേണ്ട. നമുക്ക് വരുന്നൊരു വേദന, ആ വേദന അനുഭവിച്ച് ഇങ്ങനെ വരുമ്പോൾ അതൊരു ലഹരിയാകും. പിന്നീട് നമുക്ക് ആ വേദനയാവത്തില്ലാത്തതാവും. അതെ, എനിക്കത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അതായത് മനുഷ്യന്റെ ലോകത്ത് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനെ മാത്രമാണ് കാണുന്നത്. പുറത്ത് കിടക്ക് സൂര്യൻ, ഭൂമി, അഗ്നി, ജലം, അവയിലേക്കൊക്കെ ശ്രദ്ധ പിടിപ്പിച്ച് നോക്കി. സൂര്യനൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും. സൂര്യനെ കുറേ നേരം നമ്മൾ വ്യക്തികളെ വാച്ച് ചെയ്യുന്നില്ലേ, നിരീക്ഷിക്കുന്നില്ലേ? ഒന്ന് നിരീക്ഷിച്ചാൽ മതി. എത്ര ഈ പ്രപഞ്ചം മുഴുവൻ വെട്ടം കൊടുക്കുന്നു. ഭൂമി എന്തിനെയൊക്കെ ഇങ്ങനെ താങ്ങുമല്ല. എന്തൊക്കെ ഈ ഭൂമിയിലെ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചാമ്പുള്ള ശവം മുഴുവൻ ഇതിലേക്കല്ലേ പോകുന്നത്. പിന്നെ ഉള്ള മലവും മൂത്രവും തുപ്പലും കപ്പും എല്ലാം ഈ ഭൂമിയിലേക്കല്ലയോ. അത് മനുഷ്യന്റെ അല്ലല്ലോ, മൃഗങ്ങളുടെ എല്ലാം ചത്ത് ഇവിടെ തന്നെയല്ലേ. അപ്പൊ ഭൂമിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല, വെറും നമ്മൾക്കൊരു കീടമാണ്. നാഗ ഈ പറയുന്നത് ആത്മീയത, ഇപ്പൊ പറഞ്ഞ ചെറുതിലെ ദേവിയായിട്ടൊക്കെയും നിന്ന് പിന്നീട് ഈ പറഞ്ഞ ഒറ്റപ്പെടലിൽ എന്ന് പറയുന്ന ഉള്ളിലമ്മളെ, അതായത് ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്നുള്ളതല്ല, അതിൻ്റെ ആ മനസ്സ് നമ്മളിൽ നിന്നും കൈവിട്ടു പോകും കണ്ണ. അപ്പോൾ അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല, എങ്ങനെയാ ഇനി മനസ്സ് കൈവിട്ടു പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ ഓർമ്മകൾ, ചിന്തകൾ ഒക്കെ കൈവിട്ടു പോകും. ഇപ്പം മോള് ഇരിക്കുന്ന നമ്മൾ രണ്ട് ദേഹങ്ങളാണ്. അവിടെ മോളെ കണ്ണ്, ഈ മുഖത്ത് ഈ രണ്ട് കണ്ണ, ചെവി ഒക്കെ. ഇവിടെ ഇപ്പം മനസ്സല്ല വർക്ക് ചെയ്യുന്ന, ദേഹങ്ങളെ സംസാരിക്കുന്ന. മനസ്സല്ല കുട്ടി. മോളുടെ കണ്ണും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. നമ്മൾ നാവ്, അവിടെ നാവാണ്. മനസ്സുകൊണ്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. മോളിപ്പം മനസ്സല്ല എടുത്തുച്ചരിക്കുന്നത്, മോള് നാവ് കൊണ്ട്, അവയവം കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ. അതായത് ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകളാണ് മോളുടെ ഉള്ളിൽ. ഇപ്പോൾ മോള് എന്നെ കാണുന്നു. നമ്മൾ രണ്ട് കണ്ണുകൾ കോർത്തിരിക്കുന്നു. അവിടെ കണ്ണുകൾ, നാവ്, ദേഹം. പക്ഷെ മോള് വന്നപ്പോൾ അവിടെ മോളെ ഓരോന്നും പറഞ്ഞു തന്നതാരാ? മനസ്സ്, ബ്രെയിൻ, മനസ്സ്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, പ്ലാനിങ്. ഇവിടെ വന്നപ്പോൾ ഒരു പ്ലാനും ഇല്ല. ക്യാമറ ഫിറ്റ് ചെയ്യുന്നു, ഈ നിമിഷം ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ മനസ്സല്ല വർക്ക് ചെയ്യുന്നത്, ശരീരമാണ്, ദേഹമാണ്. ദേഹം, അതെ. നമ്മൾ ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. വരുന്നു, നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നു. അപ്പം രണ്ടുപേരുടെയും സമയം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വരുന്നു, ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് നമ്മൾ ദേഹമായിട്ടാണ് സംസാരിക്കുന്നത്. ഇരുന്ന് ദേഹമായിട്ടാണ് സംസാരിക്കുന്നെങ്കിലും നാഗ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നാഗയ്ക്കും വളരെ ആഴത്തിൽ മനസ്സിലേക്കും ബ്രെയിനിലേക്കും ചെല്ലുന്നില്ലേ? ഇല്ലേ? നമുക്ക് അവിടെ നിന്നല്ലേ ഇതിന്റെ ഒരു റിപ്ലൈസ് തിരിച്ച് നാക്കിലൂടെ വരുന്നത്, അല്ലേ? നാക്കിലൂടെ നമ്മൾ നമ്മൾ ഇവർ പറയുന്നതിൽ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഭയങ്കര പെട്ടെന്നായിരിക്കാം എൻ്റെ ചോദ്യങ്ങൾ. പക്ഷെ എപ്പോഴും നാഗ അതിന് തിരിച്ച് മറുപടി പറയുന്നത് സമയമെടുത്ത്, അതായത് മറുപടി ഉണ്ട് കയ്യിൽ, അതിനെ പറയേണ്ട രീതിയിൽ. അതായത് കാച്ചിയും കുറുക്കിയും നമ്മൾ പറയും ഈ ലീഡേഴ്സ് സംസാരിക്കുന്ന പോലെ ആത്മീയതയുള്ളവർ സംസാരിക്കുന്ന വേറൊരു തലത്തിലുമാണ്. എന്താ ചിരിച്ച? ആത്മീയതയുടെ അല്ല മോളെ,
ഞാൻ ഈ ആത്മീയത വെറും വാക്കെടുത്ത് ഉപയോഗിച്ചെന്നുള്ളൂ. ഒന്നാമത് എനിക്ക് വെപ്രാളം പിടിച്ച് സംസാരിച്ചാൽ തൊണ്ടയ്ക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ ഇങ്ങനെ വേഗത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല എനിക്ക്. പണ്ട് സംസാരിക്കുമായിരുന്നല്ലോ. വേഗത്തിൽ സംസാരിക്കുമായിരുന്നു, പക്ഷെ അതുപോലെ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. കാരണം നമ്മുടെ ശരീരം സംസാരിച്ച് 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 വർക്ക് ചെയ്ത് ആ സംസാരം എവിടെ നിന്നാണെന്ന് ഇങ്ങനെ ഇരുന്നു ആത്മീയ പഠനം നടത്തി അത് നമ്മുടെ ഉള്ളുകൊണ്ട് സംസാരിക്കുക. ഉള്ളിനെ, പുറത്തുള്ളതിനോടല്ല, അകമേ ദേഹം അവയവങ്ങളോടിരുന്ന് ഞാൻ സംസാരിക്കും. തീർച്ചയായും. ഇപ്പം അതിലേക്ക് നമ്മൾ അതിലേക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഒച്ചയെടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു ഇത് കളയല്ലേ കണ്ണ, ഇതാണ് കറക്റ്റ്. ഉറപ്പായിട്ട് നമ്മൾ കളയത്തേ ഇല്ല, ഇതിനൊന്നും കളയത്തില്ല. നമ്മളിപ്പോ എന്നോട് പറഞ്ഞു ഈ പറഞ്ഞതും കളയാതെ ഇല്ല, കളയത്തില്ല. കളയല്ലേ എന്ന് പറഞ്ഞാൽ കളയല്ല. ഇതൊക്കെയാണ് റിയാലിറ്റി. ചിരി വരും ഇതൊക്കെ. ഈ പറഞ്ഞല്ലോ, സൂര്യനെ നോക്കിയാല് നമ്മൾക്ക് സൂര്യനോട് വരെയും എന്താ പറയാ സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ആദ്യമേ എന്നോടൊരു കാര്യം പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന ഒരാളുകൾ തമ്മിൽ നമ്മൾ പരസ്പരം നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നമ്മുടേതായ ജോലികളിൽ മുഴുകിയാൽ ഇതൊന്നും ഉണ്ടാവത്തില്ല എന്നാണ്. അപ്പൊ ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും, ഞാൻ അടക്കമുള്ളവര്, ഇപ്പൊ നാഗ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അടക്കം, എന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അടക്കമുള്ളവർ ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് അതായത് ചിലപ്പോൾ നമ്മൾ മരിക്കുന്നോടം വരെ നമുക്കറിയില്ല, ചിലപ്പോൾ ഈ നിമിഷം മരിക്കായിരിക്കും, ചിലപ്പോൾ ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. അവിടെ വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻഡ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കോ ഇല്ലെന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഫാസ്റ്റായിട്ടുള്ള ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റുക എന്ന് നാഗയ്ക്ക് തോന്നിയത്? മോൾ അത് ഈ നിമിഷത്തിലും ആകാം, മോൾ ഇന്ന് പോയാൽ ഇപ്പോഴും ആകാം, ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകും. മെല്ലെ ഒന്ന് സംസാരിച്ചാൽ മതി. കുട്ടി ഒന്ന് സ്പീഡ് കുറച്ചിട്ട് മെല്ലെ ഒന്ന് സംസാരിച്ച്, ഇതിന് കാലതാമസം ഒന്നും വേണ്ട. അതിനി വർഷങ്ങൾ പിടിക്കണ്ട. ഒന്ന് മെല്ലെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ സുഖം അറിയും. ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാം. ഇത്തിരി പ്രയാസം. ഈ ആത്മീയത ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഇപ്പം അത് വെറൊരു വാക്കെടുത്ത് എല്ലാവരിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ ഒരു അമ്പലം സെറ്റ് അല്ലെങ്കിൽ ഒരു പൂജാ കാര്യങ്ങൾ ഇടയ്ക്ക് വിളക്ക് കൊളുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണക്കാരന്, അത് സാധാരണക്കാരിയാണ്, എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞത് വെച്ച്, നാഗ തന്നെ പറഞ്ഞ പോലെ, നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ, ഞാൻ അറിഞ്ഞത് വെച്ച് അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന, നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കിയായിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, ജോലി കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച, നാട് മുഴുവൻ പ്രതീക്ഷിച്ച ഒരാളായിരുന്നു. പിന്നീട് എന്തായിരുന്നു പറ്റിയതെന്ന് അറിയില്ല. പിന്നീട് നിങ്ങൾ വേറൊരു സ്ഥലത്തു നിന്നാണ് ഈ കുളനടയിലേക്ക് വന്നതെന്നും. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലൈവിൽ വരുന്നു. ലൈവ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയായി. പിന്നെ അത് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട്, അതായത് ആ ലൈവിലും അന്ന് രുദ്രാക്ഷമൊക്കെ ഇടുന്നുണ്ടായിരുന്നു, തലയിലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഒരു സങ്കല്പം സാധാരണക്കാരന് എങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ ദൈവമാണെന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ. ഒരു ലൈവിൽ വന്ന ഒരാൾ ചോദിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ, ഇപ്പോൾ സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? മോക്ക് ചെയ്യാം, മോന് ചെയ്യാം, മോക്ക് ചെയ്യാം, സിമ്പിൾ. തട്ടിപ്പ് കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ്, തട്ടിപ്പിൻ്റെ പുതിയ വേർഷൻ ആണെന്നും വേണം നമുക്ക് പറഞ്ഞു. മോളെ ശരിക്കും പറഞ്ഞു, ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടക്കുന്നില്ല. എല്ലാവരുടെയും ചിന്താഗതിയാണ്. എനിക്കെന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല? എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഈ ലോകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന്. ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ഇവിടെ തട്ടിപ്പേ നടക്കുന്നില്ല. വെറും വാക്കുകളെടുത്തങ്ങ് ഉപയോഗിക്കുക, തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് മനുഷ്യൻ കിടന്ന് ആ വാക്കിൽപ്പെട്ട് സ്വയം അവർ ഉരുകി ഒലിച്ച് അതിലങ്ങ് വിശ്വസിക്കുക. മോളിപ്പോൾ തട്ടിപ്പെന്ന് പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നില്ലെന്നൊന്ന് പറഞ്ഞേ. നമുക്കത് വിശ്വസിക്കാനാണോ ഇഷ്ടം എന്ന് പറയാം? അല്ല, മോളൊന്ന് പറഞ്ഞു നോക്കി കണ്ണ. ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നില്ല. മോളിൽ നടക്കുന്നുണ്ടോ? എന്നിലില്ല. ഇല്ല. മോളിലില്ലല്ലോ. ഇല്ല. ഇല്ലല്ലോ. ഇല്ല. 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 ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തട്ടിപ്പ് ഉണ്ടാവുന്നത്? മോള് തട്ടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാവുന്നുള്ളൂ. മോൾ ആരെയും തട്ടിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഈ ലോകത്ത് തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാവും?
കാരണം അതെല്ലാം നമ്മുടെ സംശയങ്ങളും ചിന്തകളുമാണ്. മോൾ ആരെയും തട്ടിക്കുന്നില്ല, വെട്ടിക്കുന്നില്ല എന്ന് മോക്ക് പൂർണ്ണ ബോധമുണ്ടെങ്കിൽ ഒന്നുമില്ല, തട്ടിപ്പുമില്ല, വെട്ടിപ്പുമില്ല, ഒന്നുമില്ല. എന്നാൽ ഞാൻ തട്ടിക്കുന്നുണ്ട്, വെട്ടിപ്പ് നടത്തുന്നുണ്ട്. ആരൊക്കെയോ എന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ആരൊക്കെയോ എന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മോളുടെ കഴിവുകേടാണ് അതെന്ന് മനസ്സിലാക്കണം. എന്നാൽ എന്നെ ആരും അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എനിക്കത് എന്താണെന്നറിയില്ല. ആ രീതിയിലേക്ക് വരണം. അത് എന്താ അങ്ങനെ തോന്നുന്നു, മനസ്സ് നമ്മളോട് പറയുകയാണ് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. മനസ്സാണ് ഇതെല്ലാം കൊണ്ടുതരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് നമ്മളിൽ നിന്നും കൈവിട്ടു പോകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു സെക്കൻഡ് നമ്മുടെ ചിന്തയും എല്ലാം കൈവിട്ടു പോകും. ആ കൈവിടുക എന്ന് വെച്ചാൽ ഇങ്ങനെ വിട്ടുപോകുന്നതല്ല, എന്തോ ഈ തലയിൽ നിന്നും നല്ലൊരു ഉള്ള അനാവശ്യമായ ചിന്തകളും ടോക്സിക്, അതായത് മോശപ്പെട്ടുള്ള ചിന്താഗതികളും കാര്യങ്ങളും എല്ലാം അങ്ങനെ നമ്മൾ ശുദ്ധിയും വെള്ളം ഒഴിച്ച് അഴുക്കെല്ലാം കളയല്ലേ, അതുപോലെ എന്തോ പാട പോലെ ഇളകി ഇങ്ങനെ പോയി ശുദ്ധമാകുകയാണ്. അത് നടക്കുന്ന നമ്മുടെ ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കുട്ടി. ഇങ്ങനെ തലയിൽ കൂടെ എന്തൊക്കെയോ ഇങ്ങനെ ഇളകി പൊറ്റ പോലെ വലിയൊരു വലിയ പാളിയുണ്ടല്ലോ, അത് ഇളകി ഡിലീറ്റ് ചെയ്യാന്ന് ഞാനങ്ങ് പറയും ചില സമയത്ത്. ആ വല്ലാത്ത ഉള്ള അഴുക്കും പുഴുക്കും എല്ലാം അങ്ങ് പോവുക. അതായത് ഈ പ്രളയം വന്ന് എല്ലാം ശുദ്ധീകരിച്ച് പോകത്തില്ലേ, അതുപോലെ നമ്മുടെ ഉള്ളിൽ നടക്കും. നമ്മൾ കുളിക്കുന്നുണ്ട്, അഴുക്കിളകി പോവില്ല. അതുപോലെ അതൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നടക്കും കുട്ടി. മോക്ക് സംഭവിക്കും, മോനെ, നിങ്ങളെല്ലാവരും അത് വന്നതാണ്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധൃതി, വെപ്രാളം, ഓട്ടം. പക്ഷെ അത് അറിയണമെന്നില്ല, ആ സുഖം അറിയണമെന്നുണ്ടെങ്കിൽ ധ്യാനത്തിലേക്ക് പോകണം. ഓക്കെ.